Next is closed model. In a closed economy, the concept of golden age and platinum age are to be discussed. The concept of golden age and platinum age. The concept of golden age. The growth of capital stock influences the level of saving, investment, profitability, and economic growth. In this model, besides the growth of capital stock, another factor which determines the growth of an economy or the growth of rate of population. An increase in population and labor force unaccompanied by an increase in capital would reduce labor productivity. If real wage remains constant, reduction in labor productivity could lower the rate of profit. When rate of profit decrease, it adversely affects the supply of capital and results in unemployment. അപ്പോൾ ഒരു തിയറി പ്രധാനമായിട്ടും പറയുന്ന കാര്യം നമ്മൾ ഇൻട്രൊഡക്ഷനകത്ത് പറഞ്ഞതാണ്. ഒരു എക്കോണമിയുടെ ക്യാപിറ്റൽ അക്യുമുലേഷൻ ഏറ്റവും പ്രധാനമായിട്ടും ഡിറ്റർമിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്കോണമിയുടെ ഡെവലപ്മെൻറ്റിനെ ഏറ്റവും പ്രധാനമായിട്ടും ഡിറ്റർമിൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ക്യാപിറ്റൽ അക്യുമുലേഷനും രണ്ട് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റുമാണ്. അപ്പോൾ ഈ രണ്ട്, അതായത് ക്യാപിറ്റൽ അക്യുമുലേഷനും അതോടൊപ്പം ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷനും, ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റലും ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷനും ഈക്വൽ ആയാൽ മാത്രമേ ആ എക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ മിസ്സിസ് ജോൺ റോബിൻസൻ്റെ അഭിപ്രായം. അപ്പോൾ ഏത് പോയിൻ്റിലാണോ അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണോ ആ എക്കോണമിയുടെ ഗ്രോത്ത് റേറ്റ് ഓഫ് ലേബർ ഫോഴ്സും ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റലും ഈക്വൽ ആകുന്നത്, ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ ഗോൾഡൻ ഏജ് എന്ന്, അല്ലെങ്കിൽ ഗോൾഡൻ റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഓഫ് സ്മൂത്ത് ആൻഡ് സ്റ്റഡി ഗ്രോത്ത് വിത്ത് ഫുൾ എംപ്ലോയ്മെൻറ്റ് അറൈസിങ് ഔട്ട് ഓഫ് ഇക്വാളിറ്റി ഓഫ് ഡിസൈർഡ് ആൻഡ് പോസിബിൾ റേറ്റ്സ് ഓഫ് അക്യുമുലേഷൻ ആൻഡ് ഹാസ് ബീൻ ഡെസിഗ്നേറ്റഡ് ബൈ ജോൺ റോബിൻസൺ ആസ് ദ ഗോൾഡൻ ഏജ് ഇക്വിലിബ്രിയം. സോ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എൻ ബൈ എൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ കെ ബൈ കെ. Growth rate of population must be equal to growth rate of capital. Mrs. John Robinson model explained with the help of a diagram. In this figure, capital labor ratio is illustrated along positive direction of x-axis and wage rate of labor on y-axis and growth rate of labor on negative side of x-axis. അപ്പോൾ ഈ ഒരു ഫിഗറിൻ്റെ എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡിൽ ക്യാപിറ്റൽ ലേബർ റേഷ്യോയും നെഗറ്റീവ് സൈഡിൽ ഗ്രോത്ത് റേറ്റ് ഓഫ് ലേബറുമാണ് ഇലസ്ട്രേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വൈ ആക്സിസിൽ വേജ് റേറ്റ് ഓഫ് ലേബറും. ദെൻ ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഒ പി. അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ പ്രൊഡക്ഷൻ ഫങ്ഷൻ കാണിക്കുന്നത് ഒ പി എന്ന് പറയുന്ന കർവാണ്. Each point on this curve shows the proportion in which capital and labor are combined to produce a particular level of output. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒ പി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഫങ്ഷൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കർവിൻ്റെ ഓരോ പോയിൻറ്റും ഷോ ചെയ്യുന്നത് ഓരോരോ പ്രൊപ്പോർഷൻസിൽ, അല്ലെങ്കിൽ ഓരോരോ പ്രൊപ്പോർഷൻസാണ്. ആ ഓരോരോ പ്രൊപ്പോർഷൻസ് എന്താ കാണിക്കുന്നത്, ഓരോ ലെവൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് പ്രൊപ്പോർഷനിൽ ക്യാപിറ്റലും ലേബറും യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഇതാണ് ഈ ഓരോ പോയിൻറ്റും പ്രൊഡക്ഷൻ ഫങ്ഷൻ്റെ ഇത് കാണിക്കുന്നത്. ദെൻ ടാൻജൻ എൻ ടി ടച്ചസ് ദ കർവ് OP at A and intersects Y axis at W. അപ്പോൾ മറ്റൊരു ലൈൻ ഇവിടെ കാണാൻ സാധിക്കും. എൻ ടി എന്ന് പറയുന്ന ഒരു ടാൻജൻസി ലൈനാണ്. ആ ഒരു ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഒ പി കർവിനെ എ എന്ന് പറയുന്ന പോയിൻറ്റിലൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വൈ ആക്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് W എന്ന് പറയുന്ന പോയിൻറ്റിലാണ്. എൻ ടി എന്ന് പറയുന്ന ടാൻജൻസി ലൈൻ പ്രൊഡക്ഷൻ കർവിനെ, ഒ പി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കർവിനെ എ എന്ന് പറയുന്ന പോയിൻറ്റിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. വൈ അല്ലെങ്കിൽ നമ്മുടെ വെർട്ടിക്കൽ ലൈനിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് W എന്ന് പറയുന്ന പോയിൻറ്റിലുമാണ്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഈസ് ഒ സി. അറ്റ് പോയിൻറ്റ് എ ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഈസ് ഒ സി. നമുക്ക് നോക്കി അറിയാം, നമ്മുടെ എ എന്ന് പറയുന്ന പോയിൻറ്റിൽ ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്ന് പറയുന്നത് ഒ സി ആണ്. ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഈസ് ഒ ഡി. പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത് ഒ ഡി ആണ്. ദെൻ ഔട്ട് ഓഫ് വിച്ച് ഒ ഡബ്ല്യു ഈസ് എ വേജ് റേറ്റ്. നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അത് കഴിഞ്ഞിട്ട്
ഡബ്ല്യു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒ ഡി കഴിഞ്ഞിട്ടുള്ള ബാക്കി OW എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വേജ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. എ എന്ന് പറയുന്ന പോയിന്റിൽ അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്ന് പറയുന്നത് OCയും പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത് ODയും അതോടൊപ്പം തന്നെ നമ്മുടെ വേജ് റേറ്റ് എന്ന് പറയുന്നത് OWയുമാണ്. എ എന്ന് പറയുന്ന പോയിൻ്റ് പ്രത്യേകത എന്താണ്? OP എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കർവ്, ND എന്ന് പറയുന്ന ടാൻജൻസി ലൈനിനെ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് എ എന്ന് പറയുന്നത്. ദ പോയിൻറ്റ് എ ഷോസ് ദ പൊസിഷൻ ഓഫ് ഇക്വിലിബ്രിയം because the slope of tangent ND and the slope of production curve OP is the same. It can also be said that at A, the growth rate of capital delta K by K is equal to growth rate of labor delta N by N. അപ്പോൾ ഇവിടുത്തെ എ എന്ന് പറയുന്ന പോയിൻ്റാണ് ഇവിടുത്തെ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോൾഡൻ ഏജ് പോയിൻ്റ് എന്ന് പറയുന്നത്. ആ പോയിൻ്റ് പ്രത്യേകത എന്താണ്? സ്ലോപ്പ് ഓഫ് പ്രൊഡക്ഷൻ കർവും ടാൻജൻസി ലൈനിൻ്റെ ND എന്ന് പറയുന്ന ടാൻജൻസി ലൈനിൻ്റെ സ്ലോപ്പും അവിടെ ഈക്വലാണ്. അതോടൊപ്പം തന്നെ ആ ഒരു പോയിന്റിൽ നമ്മുടെ ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റലും ഗ്രോത്ത് റേറ്റ് ഓഫ് ലേബറും ഈക്വലാണ്. ഓക്കെ, another important concept is platinum age. In the platinum age, the growth rate of output and employment are given from outside and technical advance is 0. Thus, in platinum age, the development parameters are considered to be rigid. The steady growth cannot occur in the initial stage due to the rigidity of development parameters. ഇപ്പോൾ പ്ലാറ്റിനം ഏജിനകത്ത് പറയുന്നത് ഡെവലപ്മെൻറ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് റിജിഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റഡി ഗ്രോത്ത് ആയിരിക്കത്തില്ല എന്നുള്ളതാണ്. The economy will possess any equilibrium mechanism if and when it diverges from golden age equilibrium for some reason. There are two possibilities of divergence. According to John Robinson, there are two possibilities of disequilibrium which in long run reduce the profitability and output in the economy. ഇപ്പോൾ നമ്മുടെ ജോൺ റോബിൻസൻ്റെ അഭിപ്രായത്തിൽ രണ്ട് പോസിബിലിറ്റീസാണ് ഈ ഇക്വിലിബ്രിയത്തിൽ നിന്ന് മാറി വരാനായിട്ട് എക്കോണമിയിൽ ഉണ്ടാകുന്നത്. ആ രണ്ട് പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഡെൽറ്റ N/N ഗ്രേറ്റർ ദാൻ ഡെൽറ്റ K/K. നമ്മുടെ റേറ്റ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലാകുന്ന ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ സെക്കൻഡ് വൺ ഡെൽറ്റ K/K ഗ്രേറ്റർ ദാൻ ഡെൽറ്റ N/N. നമുക്ക് റേറ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് പോപ്പുലേഷനേക്കാൾ കൂടുതലാകുന്നൊരു സിറ്റുവേഷൻ. ഈ രണ്ട് സിറ്റുവേഷനാണ് സ്റ്റേറ്റ് ഓഫ് ഡിസ്ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ രണ്ട് സിറ്റുവേഷനെയും കറക്റ്റ് ചെയ്ത് നമുക്ക് ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ജോൺ റോബിൻസൺ പറയുന്നത്. അപ്പോൾ ജോൺ റോബിൻസൻ്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് സിറ്റുവേഷനും എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡെൽറ്റ N/N ഗ്രേറ്റർ ദാൻ ഡെൽറ്റ K/K. അതായത് ആ ഒരു സിറ്റുവേഷനിൽ growth rate of population exceeds the rate of growth of capital. There is a slip from full employment equilibrium. ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് നമുക്കറിയാം, ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിൽ നിന്നും ഒരു ചേഞ്ച് ഉണ്ടാകും. ഈ ഒരു സിറ്റുവേഷനെ കറക്റ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. അക്കോർഡിംഗ് ടു മിസ്സിസ് ജോൺ റോബിൻസൺ, ഇറ്റ് ഈസ് പോസിബിൾ ടു കറക്റ്റ് ദിസ് ഡിസിക്വിലിബ്രിയം if along with the increasing population growth the real wage decreases. That is, when real wage decreases, the total wage below producers decreases, which increase their profitability, and as a result saving and investment in the economy increases. This will generate additional capital to use the excess labor force. So the economy will again lead to move to the full employment. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നാണ് മിസ്റ്റർ ജോൺ റോബിൻസൺ പറയുന്നത്. അവരുടെ അഭിപ്രായത്തിൽ നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം റിയൽ വേജ് ഡിക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ റിയൽ വേജ് ഡിക്രീസ് ആയിരിക്കുന്നിടത്തോളം കാലം പ്രൊഡ്യൂസേഴ്സിൻ്റെ ടോട്ടൽ വേജ് ബിലോ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഡിക്രീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അതോടൊപ്പം പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇറ്റ് ഹെൽപ്സ് ടു ജനറേറ്റ് അഡീഷണൽ ക്യാപിറ്റൽ ടു യൂസ് ദ എക്സസ് ലേബർ ഫോഴ്സ്. ഈ ഒരു രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും,
എക്സസ് ആയിട്ടുണ്ടാകുന്ന പോപ്പുലേഷനെ നമുക്ക് ഓവർകം ചെയ്ത് നമുക്ക് എക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് വീണ്ടും കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് മിസ്സിസ് ജോൺ റോബിൻസൺ പറയുന്നത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് സിറ്റുവേഷൻ നോക്കാം. ദറ്റ് ഈസ് ഡെൽറ്റ കെ ബൈ കെ ഈസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എൻ ബൈ എൻ. The rate of growth of capital is higher than the population growth. It will result in the shortage of labor force, and as a result there is unemployment of capital in the economy. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഷോർട്ടേജ് ഓഫ് ലേബർ ഫോഴ്സ് ഉണ്ടാകും, അതുകൊണ്ട് തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ദ എക്കോണമി ആ സമയത്ത് എക്കോണമിയിലുണ്ടാകും. According to Mrs. John Robinson, there is only a short term unemployment. അപ്പോൾ നമ്മുടെ ജോൺ റോബിൻസൻ്റെ അഭിപ്രായത്തിൽ ഈ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ബിക്കോസ് അവൈലബിലിറ്റി ഓഫ് എക്സസ് ക്യാപിറ്റൽ റിസൾട്ട്സ് ഇൻ ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ലേബർ സേവിങ് ടെക്നോളജി ആൻഡ് ദിസ് വിൽ അബ്സോർബ് ദ എക്സസ് ക്യാപിറ്റൽ. അപ്പോൾ മിസ് ജോൺ റോബിൻസൻ്റെ അഭിപ്രായത്തിൽ അവൈലബിലിറ്റി ഓഫ് എക്സസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകും എക്കോണമിയെ? ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ലേബർ സേവിങ് ടെക്നോളജിയിലേക്ക് കൊണ്ടുപോവുകയും ആ ഒരു ടെക്നോളജി അവിടുത്തെ എക്സസ് ക്യാപിറ്റലിനെ അബ്സോർബ് ചെയ്യും, അതിലൂടെ ആ എക്കോണമിയിൽ വീണ്ടും ഫുൾ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുമെന്നാണ് മിസ് ജോൺ റോബിൻസൺ പറഞ്ഞത്. ഓക്കെ, Mrs. John Robinson presents an interesting classification of growth process. This model seems to provide more realistic analysis of the problem of economic development in underdeveloped countries. Despite many merits, the model is not free from flaws. Some of the weak points are summarized below. Phase 1, unrealistic assumptions like fixed factor proportion, no consumption by workers and no savings by producers, etc. Second one, ignore the institutional factors like government, stability in the economy, flexibility of capital changes. Then this model is based on the closed economy, and this model is based on the unrealistic assumption of constant price level. Mrs. John Robinson model, the role of state has been left out of the picture. And last one, no technical progress. According to this model, there is no technical progress.